ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പിന്നെ തമിഴ്നാട്ട് സ്റ്റൈലിലെ സാമ്പാർ, പിന്നെ കേരള സ്റ്റൈൽ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശരിയാക്കുന്നതാണ് കേട്ടോ. അത് പ്രത്യേകിച്ചൊന്നുമില്ല. തോരൻ പരിപ്പ്, തക്കാളി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ച് ആദ്യം വേവിച്ച് വെച്ചിട്ട്, പിന്നെ ഇവിടുത്തെ സ്റ്റൈലാണ്, നമ്മളുടെ നാട്ടിലെ സ്റ്റൈലല്ല. അവിടെ ആണെങ്കിൽ തോരൻ പരിപ്പ് കായ്കളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുക്കറിൽ ഒരു 2-3 വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ സാമ്പാർ റെഡിയാകും. പിന്നെ സാമ്പാർ പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മളുടെ സാമ്പാർ ശരിയാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കുറച്ച് ചേർത്തിട്ട്, പിന്നെ 1 സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചത് എല്ലാം കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇവർ നമ്മളുടെ തൊട്ട് കുക്കറിൽ കായ അങ്ങനെ വേവിക്കാറില്ല. ഇതെല്ലാവരും ഈ ചെറിയ കലം ഉണ്ടല്ലോ, അലൂമിനിയം കലത്തിൽ ഉള്ളിയെല്ലാം കൂടെ വഴറ്റിയിട്ട് കടുക് വറുത്തിട്ട് അതിലേക്ക് ഈ കത്തിരിക്ക, പിന്നെ മുരിങ്ങക്ക, ഉരുളക്കിഴങ്ങ്, മരപ്പയർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ടല്ലോ, അത് ഇത്രയും മാത്രമേ ഇടുകയുള്ളൂ. അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിച്ച്, പിന്നെ അത് നല്ല വെന്തുടയുമ്പോഴത്തേക്ക്, ഒരുപാട് ഉടഞ്ഞു പോകുന്നത് ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾക്കാണെങ്കിൽ നല്ല വെന്താലിഞ്ഞ് ചേരുന്ന പോലെ ഇരിക്കില്ല. ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് അങ്ങനെ ആ കഷ്ണം ഒരു കടിക്കാൻ കിട്ടുന്ന പാകത്തിലിരിക്കണം. അതുകൊണ്ട് ആ രീതിയിൽ വേവിച്ചിട്ട് അതിലേക്ക് തോരൻ പരിപ്പ്, മുളക് പൊടി, ഇതെല്ലാം സാമ്പാർ പൊടിയെല്ലാം ഇട്ട് എടുക്കും. പിന്നെ കേരള സ്റ്റൈലിലാണ് ഞാൻ മെഴുക്ക് വരട്ടി തോരനൊക്കെ വെക്കുന്നത്. പിന്നെ ചില സമയത്ത് ഇവിടുത്തെ രീതിയിലും വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞ് വിശേഷം. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും നന്മ വരുത്തണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, സോ താങ്ക് യു.